വേണോ ഗൈസ്? ഉണ്ട. എന്നും നമ്മൾ വയറിൻ്റെയും നാവിൻ്റെയൊക്കെ രുചി മാത്രം നോക്കിയിട്ടില്ല കഴിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ഉണ്ട എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ടേസ്റ്റ് അത്ര അടിപൊളിയൊന്നും പറയാനില്ല, പക്ഷേ മോശമില്ലാത്തൊരു ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം ഇത്രയും സീഡ്സാണ് നമുക്ക് വേണ്ടത്. ബദാമുണ്ട്, സൺഫ്ലവർ സീഡുണ്ട്, പംകിൻ സീഡുണ്ട്, ഫ്ലാക്സ് സീഡുണ്ട്, 2 ടൈപ്പ് വെള്ളം, വെളുത്ത വെള്ളമുണ്ട്, കറുത്ത വെള്ളമുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ ഈത്തപ്പഴം. അത് വേറെ ഷുഗറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈത്തപ്പഴം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ സാധനം നമ്മൾ കറിവേപ്പില. നന്നായിട്ട് കഴുകി ഉണക്കാൻ പറ്റുമെങ്കിൽ ഉണക്കാം, അതെല്ലാം നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഉണക്കിയാൽ പെട്ടെന്ന് കാര്യം കഴിയും, അല്ലെങ്കിൽ വറുത്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നല്ലോണം നേരം എടുത്ത് വറുത്തിട്ട് എനിക്ക് വെള്ളം ഫുൾ പോയി കിട്ടും. കാരണം നമ്മളത് സൂക്ഷിച്ച് വെക്കേണ്ട ഉണ്ടിയാണല്ലോ. അപ്പോൾ കുറേ നേരം വറുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്താൽ പൊട്ടുന്ന നേരത്തിൽ ആയി കിട്ടും. അതെടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത സീഡ്സ് ഇല്ലേ, ആ സീഡ്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ഏകദേശം നമ്മൾ ഈ സീഡ്സ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതും നന്നായിട്ട് വറന്നു വന്നതിന് ശേഷം ഇത് ഒരു നന്നായിട്ട് ആ ഫ്ലാക്സ് സീഡിലൊന്ന് ചൂടാകുന്ന വരെ, എള്ളും ഫ്ലാക്സ് സീഡിലും നന്നായി ചൂടാകുന്ന വരെ, നിങ്ങളുടെ ടൈം എത്രയാണ് ഏകദേശം എടുക്കുക. എനിക്ക് 10 മിനിറ്റ് എടുത്തത്. അതിന് ശേഷം ഡേറ്റ്സ്, എത്ര നമുക്ക് മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും കൂടി ഇടുന്നുണ്ട്. ഡേറ്റ്സ് കുറവെടുത്തിട്ട് കുറച്ച് കിസ്മിസും കൂടിയാണ് ഞാൻ ഇട്ടത്. അതെല്ലാം ഇട്ട് അതൊന്ന് ആറിയതിന് ശേഷം നമുക്കിത്, ഞാനിത് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ആദ്യം കറിവേപ്പില, പിന്നെ ചൂടാക്കി വെച്ച എല്ലാ ഡ്രൈ ഫ്രൂട്ട്സില്ലേ അതൊക്കെ കൂടിയിട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇടുന്നുണ്ട് അതിലേക്ക്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് വേണ്ടാത്തവർ ഇഷ്ടമല്ലെങ്കിൽ ഇടണമെന്നില്ല, പക്ഷേ നെയ്യും കൂടി ഇതാകുമ്പോൾ നല്ലതാണ് ആരോഗ്യത്തിന്. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ട പിടിക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യുന്നത്, അപ്പോൾ അതായിരിക്കും നല്ലത്. അഥവാ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ ഉണ്ടെങ്കിലോ ചിലപ്പം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹെയറിന് നല്ലതാണ് കറിവേപ്പില ഉള്ളതുകൊണ്ട്, നമ്മുടെ ഹോർമോൺസിന് നല്ലതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.